വിചാരിച്ചു ഈ സ്ഥലം ഞാൻ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന്. മനസ്സുകൾ ഒരുപോലെ ആയാൽ ചെന്നെത്തുന്നത് ഒരിടത്താവായിരിക്കില്ല. ഇരിക്കും. ഞാൻ രാമേട്ടനെ കായൽക്കരയിലേക്ക് നോക്കി. ശാലിനെ 2 ദിവസമായി പുറത്ത് കണ്ടതേ ഇല്ല. ഞാൻ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നു. ഡാഡി വന്നിട്ടുണ്ട്. ഒരല്പം സ്വസ്ഥത തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇവിടെയും അത് അനുവദിക്കില്ലെന്ന് വെച്ചാ? രാമേട്ടൻ എന്താ മൗനം? ശാലിനി ഒന്നും മിണ്ടുന്നില്ലല്ലോ. പണ്ടൊക്കെ എത്ര സംസാരിച്ചാലും ശാലിനിക്ക് മതിയാവുമായിരുന്നില്ല. ആ ശാലിനി അല്ലല്ലോ ഇന്ന് രാമേട്ടന് മുന്നിലിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു, കായലിൽ ഞാൻ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ. ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. രാമേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഓരോ മനസ്സും ഓർമ്മകളുടെ ശവപ്പറമ്പാണെന്ന സത്യം ആരാ പറഞ്ഞെന്ന് ഓർക്കായിരുന്നു. അനുഭവങ്ങളാവണം, അവയ്ക്കേ പറയാൻ കഴിയൂ. രാമേട്ട, ചോദിക്കണമെന്ന് കരുതിയതാണ്. എങ്കിലും എല്ലാം എങ്ങനെ സംഭവിച്ചു? നമ്മൾ ഈ കായലോരത്ത് വെച്ച് വീണ്ടും കണ്ടപ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് അതിനെക്കുറിച്ചായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. കാരണം എനിക്ക് നന്നായി അറിയാം ശാലിനി എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. എല്ലാവരും രാമേട്ടനെ കുറ്റപ്പെടുത്തിയപ്പോഴും ശപിച്ചപ്പോഴും എനിക്കുറപ്പായിരുന്നു രാമേട്ടൻ ഒരിക്കലും ഒരു കൊലയാളിയാവാൻ കഴിയില്ലെന്ന്. ഒരു പെണ്ണിന്റെ നിസ്സഹായത പൂർണ്ണ രൂപത്തിൽ ഞാൻ അറിഞ്ഞു. അപ്പോഴൊക്കെ ഒരു സമാധാനത്തിനായി ഞാൻ വിശ്വസിച്ചു എല്ലാം വിധിയാണെന്ന്. സമയം ഇത്രയായി, ഞാൻ പോട്ടെ. അതുകൊണ്ടാണ് ഉമ്മ ഞാൻ പറഞ്ഞത് അവരാവശ്യപ്പെട്ട ദിവസം നമുക്ക് നിക്കാഹ് നടത്തണം. അതേ മോനെ, ഒരു നിമിഷം മുമ്പ് ഓണം ഒരുത്തനോട് പറഞ്ഞയച്ച എനിക്ക് അത്രയും സമാധാനമായി. പക്ഷേങ്കില് ബഷീർ വന്നില്ലല്ല. എന്റെ പടച്ചോനെ, ഞാൻ ഇത്രയും ദിവസം അടക്കി. ഇനി നമുക്ക് പറ്റൂല. ഉടനെ ഓനെ വരുത്തിയേ പറ്റൂ. എന്നിട്ട് മതി നിക്കാവും പറ്റും. ബഷീർക്ക് വരുന്നവരെ കാത്തിരുന്നാൽ സൽമയുടെ നല്ലൊരു ഭാവി പോവും. ആശിക്കാവുന്നതിലും വലിയൊരു ബന്ധമാണിത്. അവർക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ കാശേരെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. എന്തായാലും ഓൻ വന്നിട്ട് മതി. ഇവിടെ ഒരുത്തനേ ഉള്ളൂ, മോനും കൂടപ്പുറപ്പും ഒക്കെ ആയിട്ട്. ഉമ്മ വാശി പിടിക്കരുത്. വാശിയല്ല മോനെ, നെഞ്ചിൽ നോവാണ്. ഉമ്മ, ബഷീർക്ക് സന്തോഷിക്കുകയുള്ളൂ. നടത്തേണ്ടപ്പോ നടത്തിയില്ലെങ്കിൽ ബഷീർക്ക് ഉമ്മയെ തന്നെ കുറ്റപ്പെടുത്തും. ബഷീർക്ക് വന്നിട്ട് മതി ഉമ്മ, എനിക്ക് നിക്കാഹ്. നീ എങ്ങനെ പറയരുത് സൽമ. രാമുക്കൈക്ക് അറിയാഞ്ഞിട്ടാ. ബഷീർക്ക് എല്ലാതും ഒരു നിക്കാഹിന് ഒരുങ്ങാൻ എനിക്ക് കഴിയില്ല. എന്നെ നിർബന്ധിക്കരുത്. ഞാൻ ഈ എന്ത് ചെയ്യാൻ? ബഷീർക്കയുടെ വലിയൊരു ആശയാണ് സൽമയുടെ നിക്കാഹ്. അത് തെറ്റിയെന്നറിഞ്ഞാൽ ബഷീർക്കയ്ക്ക് സഹിക്കില്ല. കേട്ടോ അമ്മ, ബഷീർക്കെ വേദനിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അവർ തീരുമാനിച്ച ദിവസം തന്നെ നിക്കാഹ് നടത്തണം. ചിലപ്പോ അതിനകം തന്നെ ബഷീർക്ക വന്നാലോ? ഇന്നലെ രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു കിടന്നു, കായലിൽ ഞാൻ ഒരു പാട്ട് കേൾക്കുന്നുണ്ടോ എന്ന്. ഉറക്കം വരാറില്ല. അപ്പോഴൊരു ഉറക്കഗുളിയെ പോലെ. അർദ്ധരാത്രി ആയില്ലേ? അകത്തി എന്തെന്ന് ഉറങ്ങിക്കൂടെ എനക്ക്? ഇല്ല, അവിടേക്ക് ഇരുന്നോളൂ. നീ എന്താ ഒന്നും കഴിക്കാത്തത്? നീ എന്ത് തീരുമാനിച്ചു? വക്കീൽ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. നീ അത് ഗവനിക്കാതെ എങ്ങോട്ടും ഇറങ്ങിപ്പോയി. നിന്റെ നന്മയ്ക്കായിട്ടാ പറയുന്നത്. അനുസരിക്കാൻ വയ്യെങ്കിൽ വരുന്നൊക്കെ അനുഭവിച്ചോ. ഒന്നും വന്നു ചേർന്നതല്ലോ, എല്ലാം വരുത്തി വെച്ചതല്ലേ. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ ഡാഡി, പ്ലീസ്. കുഞ്ഞിന്റെ ഒരു തലയിലെഴുത്ത്. കഷ്ടം. രാമേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയാമായിരുന്നു.
ശാലിനി ഇവിടെ വരുമെന്ന് എനിക്കും അറിയാമായിരുന്നു. രാമേട്ടൻ അമ്പലത്തിലൊക്കെ പോയിരിക്കുന്നല്ലോ. അതെ, ഇന്ന് രാധയുടെ ജന്മനാളാണ്. എന്റെ അനുജത്തിയുടെ, എന്റെ നെറ്റിയിലെ ഈ ചന്ദനക്കുറി ഒരു പ്രതിജ്ഞയുടെ പുതുക്കലാണ് ശാലിനി. എനിക്കൊന്നും മനസ്സിലായില്ല രാമേട്ട. അതൊരു വലിയ കഥയാണ് ശാലിനി. ശാലിനി എന്നോട് ഒരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചുവെന്ന്? മറ്റൊരിക്കൽ ചോദിച്ചില്ലേ എങ്ങനെ ഈ കായൽ തീർത്ത് വന്നുവെന്ന്? എല്ലാത്തിനും ഉത്തരമാണ് എന്റെ ഈ ദുരന്തത്തിന്റെ കഥ. ഓർക്കാപ്പുറത്തൊരു കൊടുങ്കാറ്റില്ലെന്ന വണ്ണം എന്തൊക്കെയോ തകർന്നു വീണത് മാത്രം ശാലിനിക്കറിയാം. മറ്റൊന്നും അറിയില്ലല്ലോ. രാമേട്ട, ഇതെന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ശാലിനിക്കറിയില്ല. എന്റെ മനസ്സിൽ അഗ്നിപർവ്വതമാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാനായി കാത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം. ശാലിനിയെ കണ്ടുമുട്ടി ഞാൻ എന്റെ മോഹങ്ങൾക്ക് നിറങ്ങൾ ചാലിച്ച കാലം. അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് എന്റെ കൊച്ചനുജത്തി രാധ മാത്രം. എന്റെ എല്ലാമായിരുന്നു അവൾ. അവൾക്ക് ഞാനും. ആഹാ, ചേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ? എനിക്കൊരുങ്ങിയാ തീരില്ലെന്നല്ലേ എപ്പോഴും വഴക്ക്. എന്നിട്ടിപ്പോ നിന്റെ കൂടെ വരികയല്ലേ, അപ്പൊ ആ ഗമയൊക്കെ വേണ്ടേ? ആ ഗമയും കാണിച്ചോണ്ട് നിന്നോ. അപ്പോഴേക്ക് അമ്പലം അടച്ച് പൂജാരി സ്ഥലം വിടും. ഇനി ഈ പതിവ് തുടർന്നാൽ പറ്റില്ലല്ലോ. എന്ത് പതിവ്? ഓരോ പിറന്നാളിലും നിന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന പതിവ്. പിന്നെ ഞാൻ തനിച്ചു പോവാനോ? ആഹാ, മറ്റെല്ലാ ദിവസവും ഞാൻ കൂട്ടുവന്നിട്ടാണോ നീ പോകുന്നത്? അതല്ല, പക്ഷേ പെരുന്നാളിന് ഇതൊരു പതിവായിപ്പോയി. അച്ഛനോടൊത്ത് പോയ ഓർമ്മയില്ല. അമ്മയുടെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനായിരുന്നു എല്ലാ വർഷവും. നിന്നെ തനിച്ചു വിടാനൊന്നും അല്ല എന്റെ പ്ലാൻ. കാണാൻ കൊള്ളാവുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കൂടെ വിട്ടുതരാനാണ് പരിപാടി. ഈ ചേട്ടൻ ഞാൻ പോന്നു. എല്ലു പറയട്ടെ, അന്ന് പിന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ആരാ നോക്ക്. മിസ്റ്റർ രാമു ഉണ്ട്, വിളിക്കാം. മാത്യു സാർ തന്നയച്ചാണ്. മാത്യു സാർ പറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട്? ഇരിക്കെ. താങ്ക്സ്. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. അടുത്ത മാസം അമ്മയും പെങ്ങളും എത്തും. വാടകയൊക്കെ സാറ് പറഞ്ഞിരിക്കല്ലോ. പറഞ്ഞു. അതെത്രയായാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഇതുവരെ മറ്റാർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഞാനും എന്റെ സഹോദരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല ഒരു സ്ഥിരം വരുമാനമായല്ലോ. ആ രാധേ, എന്താ ചേട്ടാ? വടക്കേപ്പുരയുടെ താക്കോലിങ് എടുക്കുക. പിന്നെ കറണ്ട് ചാർജ് പ്രത്യേകം തരേണ്ടി വരും. അതിനെന്താ? ആ, എന്താ ജോലി എന്ന് പറഞ്ഞില്ല? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. വായു നോട്ടവും ഡോക്ടർമാരെ ചാക്കിടും. ഇതാ എന്നു മുതൽക്കാണ് താമസാകുന്നത്? ഇന്ന് മുതൽക്ക് തന്നെ ആയിക്കോട്ടെ. തൽക്കാലം തനിച്ചായതുകൊണ്ട് വലിയ ലഗേജ് ഒന്നുമില്ല. വെറുതെ എന്തിനാ ലോഡ്ജിൽ വാടക കൊടുക്കുന്നു? അവിവാഹിതനാണെങ്കിലും കാശൊക്കെ വളരെ സൂക്ഷിച്ചേ ചെലവാക്കുള്ളൂ കേട്ടോ. വരൂ, സ്ഥലം കാണിച്ചു തരാം. ആഹാ, ഇവിടെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലോ. താങ്ക്സ്. വൃത്തിയാക്കി തീർന്നില്ല. സാരമില്ല, ബാക്കി എല്ലാം ഞാൻ ചെയ്തോളാം. ഒറ്റയ്ക്കല്ലേ ജീവിതം. എല്ലാം ചെയ്ത് നല്ല പ്രാക്ടീസ് ഉണ്ട്. കൂടാത്തതിന് ഇപ്പൊ ഈ റപ്പായി ഉണ്ടല്ലോ. ആ സോറി, ഇതാണ് മിസ്റ്റർ റപ്പായി മാപ്പിള എന്ന് പറയുന്ന റപ്പായി ചേട്ടൻ, എന്റെ കുക്ക് കം മാനേജർ. ഇതാണ് നമ്മുടെ ഗ്രഹദാതാവ് മിസ് രാധ. മിസ് എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചങ്ങ് തട്ടിയതാണ്. ശരി തന്നെയല്ലേ? ചേട്ടനല്ലേ? ചേട്ടനില്ല, ഇപ്പൊ വരും. ആ, സൗകര്യങ്ങളൊക്കെ ധാരാളം. ഇരിക്കണം. എന്ത് സഹായങ്ങൾ വേണമെങ്കിലും പറയാൻ മടിക്കണ്ട. രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ വെള്ളം കിട്ടില്ല. എന്തായാലും പറഞ്ഞത് നന്നായി. വിശാലമായിട്ട് എണ്ണ തേച്ചൊന്ന് കുളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വെള്ളമങ്ങാനും നിന്നു പോയാൽ. ആ, കമ്പനിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ താമസിച്ചുപോയി.
എന്നാ ഞാൻ വരട്ടെ. റപ്പായി ചേട്ടോ, അവരുള്ള ചായ ഉണ്ടാക്കി കൊടുക്കാത്ത എന്താ? ഇപ്പൊ കൊണ്ടുവരാം സാർ. ഒന്നും വേണ്ട, ഇനി എപ്പോ വേണമെങ്കിലും ആകാമല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, എന്തായാലും പറഞ്ഞത് പറഞ്ഞു, ഒരു നല്ല ചായ എനിക്ക്